ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. ഫാദർ യോ കിങ്ഡം കം. സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരേണമേ എന്നാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ രാജ്യത്തെ പറ്റി എത്ര മനോഹരമായ രാജ്യമാണ്. ആ രാജ്യത്തിൽ നിന്നാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ആ രാജ്യം മനോഹരമാണ്. ഈ ലോകത്തിലെ രാജ്യം അത് എല്ലാം തകർന്നു പോകും എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോൾ ദൈവം വന്ന് വേറെ ഇറ്റേണൽ കിങ്ഡം, അതായത് എവർ ലാസ്റ്റിംഗ് കിങ്ഡം, നിത്യരാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യവും തകർത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗീയ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നീതി വരണമേ, സമാധാനം വരണമേ, സന്തോഷം വരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇന്നു മുതൽ എന്നും അത് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നു, അതായത് യേശു പറഞ്ഞു, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഈ രാജ്യം ഐതിഹ്യമല്ല, ഈ രാജ്യം എൻ്റെ രാജ്യം അല്ല എന്ന്. എന്താണ് യേശു അങ്ങനെ പറഞ്ഞ്? യേശു he doesn't belong to this world. We also don't belong to this world, അല്ലേ? God's children won't belong to this world. എങ്ങനെയാണ് സാത്താൻ തട്ടിയെടുത്തത് ഈ രാജ്യമെല്ലാം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് സ്വന്തം സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. ഹിസ് ഓൺ ഇമേജാണ്. ആ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതാണ്. അല്ലാതെ മങ്കിയുടെ അല്ല, വേറെ ആനിമൽസിൻ്റെ ഒന്നും രൂപത്തിലല്ല നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഓൺ ഇമേജാണ്. അപ്പോൾ ഒരു എലിഫൻറ്റ് സൃഷ്ടിച്ചിട്ട് എലിഫൻറ്റ് കുഞ്ഞിന് ബേബി എലിഫൻറ്റ് എന്ന് പറയും, അല്ലേ? ഒരു കൗ, ഒരു പശുവിൻ്റെ കുഞ്ഞിന് പശു കുഞ്ഞ്, അല്ലേ? പിന്നെ ആടിൻ്റെ കുഞ്ഞ് ആട്ടും കുഞ്ഞാണ്. ക്യാറ്റ് ആണെങ്കിൽ കിറ്റൺ, അതിൻ്റെ കുഞ്ഞാണ്. അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാഹചര്യത്തിൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കുഞ്ഞ് ആരാണ്? ദൈവമാണ്. ചെറിയ ദൈവമാണ്, ബേബി ഗോഡ്. അങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സാത്താൻ അതെല്ലാം ഏറ്റുവാങ്ങി. സാത്താൻ നോക്കിയിരിക്കുകയായിരുന്നു ഈ ബന്ധം തകർക്കാൻ വേണ്ടി. ദൈവവും മനുഷ്യനുമായുള്ള ആ ബന്ധം, ആ സ്നേഹബന്ധം, കോൺവെർസേഷൻ, ആ റിലേഷൻഷിപ്പ്, അതെല്ലാം തകർക്കുവാൻ വേണ്ടി സാത്താൻ തക്കം പാത്തിരിക്കുകയാണ്. അങ്ങനെ ഹവ്വായെ സമീപിച്ച് ഹവ്വായോട് നുണയെല്ലാം പറഞ്ഞ്, നീ പഴം തിന്നാ ദൈവത്തെ പോലെ ആകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ദൈവത്തെ പോലെ ആയിരുന്നു. They were already like God, but Satan deceived and said, you will become like God എന്ന്. അപ്പം ഹവ്വ അത് വിശ്വസിച്ച് പഴം തിന്നു, ആപ്പിൾ തിന്നു. തിന്നരുത്, വിലക്കപ്പെട്ട കനി തിന്നു. അങ്ങനെ ആദാമിനും കൊടുത്തു. അങ്ങനെ പാപം ഈ ലോകത്തിൽ വന്നു. പാപം വരുമ്പോൾ യേശു ദൈവത്തിന് പാപിയോടുകൂടി ജീവിക്കാൻ പറ്റുകയില്ല. ആ പാപം ഏറ്റു പറഞ്ഞ് നമ്മൾ കുമ്പസാരിച്ച് നമ്മളത് വിട്ടുകളഞ്ഞാൽ മാത്രമേ ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം പാപം ചെയ്തപ്പോൾ ഇവരെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കി. പിന്നെ ദൈവം സ്വർഗത്തിലേക്കും പോയി. എന്നാലും ദൈവം മനുഷ്യനെ വിട്ടില്ല. സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ച ആ മനുഷ്യനെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. പിന്നെയും ആ പ്രവാചകന്മാർ, രാജാക്കന്മാർ, അങ്ങനെ ഓരോരുത്തരെയും ന്യായാധിപന്മാർ എല്ലാം അയച്ച് അവരെ കറക്റ്റ് ചെയ്യുക, പാപത്തിൽ നിന്ന് തിരിയുക എന്ന് നമ്മൾ കണ്ടു. കുറേ പ്രവാചകന്മാരുടെ എല്ലാം നമ്മൾ പഠിച്ചു വരികയാണ്. ജനസിസ് ടു മാത്യു, അല്ലേ, ന്യൂ ടെസ്റ്റ്മെൻറ്റ് വരെയായി നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരികയാണ്. എങ്ങനെയാണ് യേശു വന്നത്, എന്തിനാണ് യേശു വന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യേശു വന്നത് സ്വർഗത്തിൽ ദൈവരാജ്യത്തിനാണ് യേശു വന്നത്. ഏറ്റവും മഹത്തായ ഒരു രാജ്യത്തിൽ നിന്നാണ് ആ ത്രോണ്, ആ സിംഹാസനം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി വന്നു, ഒരു സെർവൻ്റായിട്ട്, ഒരു ദാസനായിട്ട് വന്നു എന്ന് പറഞ്ഞു. കണ്ടോ, നമുക്ക് വേണ്ടി അത്രത്തോളം താണ ലോകത്തിലേക്ക് യേശു വന്നു. ആ നല്ല രാജ്യം, സ്വർഗരാജ്യം, അവിടെ എല്ലാ തേജസ്സാണ്, അവിടെ എല്ലാ മഹിമയാണ്. മാലാഖമാർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ ത്രോണാണ്, ആ സിംഹാസനം വിട്ടൊഴിഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നു. ഈ നശിച്ച ലോകത്തിലേക്ക് വന്നു. പാപികളെ രക്ഷിക്കാൻ വേണ്ടി വന്നു. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി യേശു വന്നു. സാത്താൻ്റെ എല്ലാ ക്രിയകളെയും തകർക്കാൻ വേണ്ടി യേശു വന്നു. നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശു വന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ ലോകം, ഈ രാജ്യം എൻ്റേത് അല്ല എന്ന്. യേശു എപ്പോഴും സ്വർഗരാജ്യത്തിനാണ് ഊന്നൽ കൊടുത്തത്. സ്വർഗരാജ്യത്തെ മാത്രമാണ് ലക്ഷ്യമാക്കി പ്രസംഗിച്ചത്, ജീവിച്ചത്, ജീവിക്കാൻ പഠിപ്പിച്ചത്, ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ബൈബിൾ മുഴുവൻ അതാണ്. ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി നമ്മൾ പോകണം എന്നാണ്. ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ അതിനുവേണ്ടി ജീവിക്കണം. അനേകം പേരെ അങ്ങോട്ട് ആനയിക്കണം. അതാണ് യേശുവിൻ്റെ സന്ദേശം. അതാണ് ഇന്നും ഞങ്ങൾ പറയുന്ന സന്ദേശം. അത് തന്നെയാണ്. അപ്പോൾ ഈ രാജ്യം നമ്മുടേതല്ല, അത് സാത്താൻ്റെ കയ്യിലാണ്. സാത്താന് ടെംപ്റ്റേഷനിലെ 40 ദിവസം യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ്? സാത്താൻ വന്ന് ടെംപ്റ്റ് ചെയ്തു.
ശോധന ചെയ്തു. ദൈവപുത്രനെയാണ് ശോധിക്കുന്നത്, ഓർക്കണം. ദൈവത്തെയാണ്, ദൈവപുത്രനെ ശോധിക്കാൻ മാത്രം, അത്രയും പരീക്ഷിക്കാൻ ആ സാത്താൻ എന്ത് ധൈര്യമാണ് വന്ന് പറഞ്ഞു, നീ എന്നെ നമസ്കരിച്ചാൽ നിനക്ക് വിശക്കുന്നില്ലേ, ഈ കല്ല് നിനക്ക് അപ്പമാക്കാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു വചനം കൊണ്ട് തന്നെ അവനെ ആട്ടി ഓടിച്ചു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന്. എന്നിട്ട് പറഞ്ഞു, ഈ ലോകത്തിലെ ഇതെല്ലാം ആ ഒരു മലയെ കയറ്റി, ഏറ്റവും ഉയർന്ന ആ മലയിൽ കയറ്റിയിട്ട് പറഞ്ഞു, നോക്ക്, ഈ ലോകം മുഴുവൻ എൻ്റെ കയ്യിലാണ് കേട്ടോ, വേണമെങ്കിൽ ഇത് തരാം, നീ എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മതി, ഇത് മുഴുവൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ യേശു പറഞ്ഞു, പോ സാത്താനെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം അങ്ങനെ യേശുവിനെ പരീക്ഷിക്കാൻ നോക്കി. യേശു അതിൽ നിന്നെല്ലാം വിജയിച്ച് എങ്ങനെയാണ് ദൈവവചനം ഉരുവിട്ടുകൊണ്ടാണ് അങ്ങനെ ആട്ടി ഓടിച്ച് സാത്താൻ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ലോകമെല്ലാം സാത്താൻ്റെ പിടിയിലാണ്. പക്ഷേ യേശു കുരിശിൽ എന്ത് ചെയ്തു? കുരിശിൽ തൂങ്ങി സമാപ്തമായി എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ്റെ തലയെ ചവിട്ടി തകർത്തു. ആമേൻ. എന്നിട്ട് നമുക്ക് അധികാരമെല്ലാം മേടിച്ച് തന്നിരിക്കുകയാണ്. സഭയ്ക്ക് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ജീസസ് ഈസ് ദ ഹെഡ് ആൻഡ് വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പം നമുക്ക് എല്ലാം അധികാരം തന്നിരിക്കുകയാണ്. ആ അധികാരം തന്നു എന്ന് ആൾക്കാർക്ക് അറിയില്ല, അത് അറിയണം. വി ഷുഡ് നോ യുവർ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. യു ഷുഡ് നോ ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ യേശു എങ്ങനെയാണോ അതുപോലെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. അങ്ങനെയാണ് ബൈബിൾ മുഴുവൻ പഠിപ്പിക്കുന്നത്. സോ പഴയ നിയമത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, പുതിയ നിയമത്തിൽ. നമ്മൾ അപ്പസ്തല പ്രവൃത്തി കഴിഞ്ഞുള്ള ആ ജീവിതമാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞുള്ള ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് നിങ്ങൾ അധികവും പഠിക്കേണ്ടതും മറ്റുള്ളവരോട് പറയേണ്ടതും. അതുപോലെ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം ഓർപ്പിക്കുന്നു. എല്ലാവരും എനിക്ക് ഒരു നല്ല വീട് വേണം, ഒരു കാറ് വേണം, എനിക്ക് മക്കളുടെ പഠിത്തം, അവരുടെ കല്യാണം, അവർക്ക് കൊച്ചുമക്കൾ, ഇങ്ങനെ പോകും അല്ലേ? തീർന്നു, നിങ്ങൾ ജീവിതം തീർന്നു. അതിനു വേണ്ടിയല്ല. ദൈവം നിങ്ങൾക്ക് ഫാമിലി തന്നെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവം നിങ്ങൾക്ക് ജോലി തന്നെങ്കിൽ, പണം തന്നെങ്കിൽ, ബിസിനസ് തന്നെങ്കിൽ, ദൈവം കാറ് തന്നെങ്കിൽ, എന്തെങ്കിലും തന്നെങ്കിൽ അതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രിൻറ്റിങ് പ്രസ് വേണം, അത് ദൈവത്തിൻ്റെ ബുക്ക്. ആദ്യം ഞങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കാണ് അതിൽ പ്രിൻറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു, അത് ദൈവത്തിന് വേണ്ടിയാണ് പ്രിൻറ്റിങ് പ്രസ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആത്മീയ പുസ്തകങ്ങൾ അവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ കർത്താവ് എനിക്ക് ആരോഗ്യമോ, കർത്താവ് എനിക്ക് ബിസിനസ് തന്നെങ്കിൽ, പണം തന്നെങ്കിൽ അതെല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ആ ഫോക്കസ് ഉണ്ടാകട്ടെ. എല്ലാവർക്കും അങ്ങനെയൊരു തോട്ട്, ഒരു ഡ്രീം, അങ്ങനെയുള്ള ആ ചിന്ത ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദൈവരാജ്യത്തിൻ്റെ ഒരു ദർശനം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും കൊടുക്കണമേ. ഈ വചനം കേൾക്കുന്നവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു ദൈവരാജ്യത്തിൻ്റെ ദർശനം, ദൈവരാജ്യത്തിൻ്റെ സ്വപ്നം കാണുവാൻ അവരെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.